ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് പെരിങ്ങമലയിലുള്ള ഗവൺമെൻറ് അഗ്രികൾച്ചർ ഫാമിലേക്കാണ്. നമ്മൾ പുതുതായി വാങ്ങിയ സ്ഥലത്ത് കുറച്ച് വൃക്ഷത്തൈകൾ വെക്കണം എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഗവൺമെൻറ് അഗ്രികൾച്ചർ ഫാമിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ ഗ്രാമപ്രദേശമായ കുളത്തൂപ്പുഴയിൽ നിന്നും ഏകദേശം 34 കിലോമീറ്റർ അകലെയാണ് പെരിങ്ങമലയിലുള്ള അഗ്രികൾച്ചർ ഫാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കുളത്തൂപ്പുഴയുടെ ശാന്തസുന്ദരമായ കാനന ഭംഗിയും ഗ്രാമീണ ഭംഗിയും ആസ്വദിച്ച് യാത്ര ചെയ്യാം. പ്ലീസ് ഫോളോ വിത്ത് us. ഇതാണ് ഞങ്ങളുടെ എക്സ് സർവീസ്മെൻസ് കോളനി ജംഗ്ഷൻ. അതായത് നമ്മുടെ ഇൻട്രസ്റ്റേറ്റ് റോഡാണ്. നമ്മുടെ കേരള തമിഴ്നാട് ഇൻട്രസ്റ്റേറ്റ് റോഡാണ്. ഇത് നമ്മൾ വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് തെന്മല, അരിങ്കാവ്, തെങ്കാശി, തമിഴ്നാട് റൂട്ടാണ്. നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം റൂട്ടിലേക്കുമാണ് നമ്മൾ പോകുന്നത്. നമുക്ക് പോകേണ്ടത് മടത്തറ, പാലോട്, തിരുവനന്തപുരം റൂട്ടിലേക്കാണ്. ഇതാണ് നമ്മുടെ കുളത്തൂപ്പുഴ ജംഗ്ഷൻ വരുന്നത്. 3 മുക്ക് കൂടുന്ന ഒരു ജംഗ്ഷനാണ് കുളത്തൂപ്പുഴ ജംഗ്ഷൻ വരുന്നത്. നമ്മൾ നേരെ മടത്തറ റൂട്ടിലേക്കാണ് നമ്മൾ തിരിഞ്ഞത്. ഇനി നമ്മൾ വലത് സൈഡിലായിട്ട് കാണുന്നത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വന മ്യൂസിയമാണ്, ഗവൺമെൻറ്റിൻ്റെ വന മ്യൂസിയമാണ്. ഇടത്തെ സൈഡിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഓഫീസും കാര്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത വ്ലോഗിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കാനന ഭംഗി. നമ്മുടെ കാണുന്ന ഇരുവശങ്ങളിലും കാണുന്ന കാടിൻ്റെ നടുക്കൂടെയുള്ള യാത്ര ഏതൊരു ട്രാവൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്കും അതൊരു നിറഞ്ഞ ഒരു മനസ്സും നിറഞ്ഞ ഒരു ആനന്ദകരമായ ഒരു അനുഭൂതിയായിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാടിൻ്റെ നടുക്ക് വേറെ ശല്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, ഒരുപാട് തിരക്കുകളില്ല. ഒരു ശാന്തസുന്ദരമായ സ്ഥലത്തൂടെ നമ്മൾ മുൻപോട്ട് നീങ്ങുകയാണ്. നിങ്ങൾ ഈ യാത്ര ഇഷ്ടപ്പെടുന്നുണ്ട്, ആനന്ദിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഇടതുവശത്തായിട്ട് കാണുന്നത് അരിപ്പയിലുള്ള അമ്മയമ്പലം കോവിലാണ്. അത് നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് മടത്തറ ജംഗ്ഷനിലേക്കാണ്. നമ്മൾ ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്നത് മടത്തറ ജംഗ്ഷനാണ്. മടത്തറ ജംഗ്ഷനിൽ ഇതൊരു 3 മുക്ക് ആണ്. അതിന് നേരെ നമ്മൾ പോകുന്നത് കടയ്ക്കൽ ഭാഗത്തേക്കാണ്. നമ്മൾ നേരെ ഇടത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാലോട് എന്ന സ്ഥലത്തേക്കാണ്. നമ്മൾ പാലോട് ആണ് പോകുന്നത്. നമ്മൾ പാലോട് വരെ എത്തണ്ട. പാലോടിന് മുമ്പായി നമ്മൾ തിരിഞ്ഞാണ് നമ്മൾ പെരിങ്ങമല എന്ന സ്ഥലത്തേക്ക് പോകുന്നത്. നമുക്ക് ഇടതുവശമായി കാണുന്നത് ഒരു ആർച്ച് ബോട്ടാണിക്കൽ ഗാർഡൻ്റെയാണ്. ബോട്ടാണിക്കൽ ഗാർഡൻ അതിൻ്റെ ടൈം വരുന്നത് 9 to 3 PM വരെയാണ്. 3 മണിക്ക് ഉള്ളിൽ വന്നാൽ മാത്രമേ നമുക്കതിനകത്ത് കയറാൻ സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ യാത്ര തിരിച്ചിട്ട് ഏകദേശം 1.5 മണിക്കൂറോളമായി. ഇപ്പോൾ ടൈം 2:30 2:30 ആഹാരം കഴിക്കാനായി തൊട്ടടുത്ത ഒരു ഹോട്ടൽ കയറി. ഹോട്ടൽ ഷാജീസ്. വലിയ തെറ്റില്ലാത്ത ഒരു ബിരിയാണി കഴിച്ചു. വീണ്ടും യാത്ര ആരംഭിച്ചു. നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്നാണ് പെരിങ്ങമലയിലേക്ക് ഡിവിഷൻ എടുക്കുന്നത്. വലിയ തെറ്റില്ലാത്ത റോഡെന്നേ പറയാൻ സാധിക്കും. എന്നാലും കുഴപ്പമില്ലാത്ത യാത്രയായിരുന്നു. യാത്രയുടെ ഉടനീളം നമ്മൾ നല്ല നല്ല കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ വലത് സൈഡിൽ കാണുന്ന അതിമനോഹരമായൊരു ദേവാലയം നമുക്ക് കാണുവാൻ സാധിച്ചു. ഇതാണ് പെരിങ്ങമല അഗ്രികൾച്ചർ ഫാമിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. എൻട്രൻസിന് നമുക്ക് പെർമിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. പെർമിഷന് നമുക്ക് പാസോ കാര്യങ്ങളോ ആവശ്യമില്ല. നമുക്ക് പെർമിഷൻ എടുത്ത് നമുക്ക് അകത്തേക്ക്
കയറി ചെല്ലാൻ സാധിക്കും. വരുന്ന എൻട്രൻസ് നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ആർച്ച് നമുക്ക് കാണാൻ സാധിക്കും. ആർച്ചിൽ മുഴുവൻ പാഷൻ ഫ്രൂട്ടാണുള്ളത്. നമ്മളടുത്തതായി കാണുന്നത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് തൈയാണ്. അതായത് നമ്മുടെ കുരുമുളകിൻ്റെ തൈയാണ് നമ്മുടെ കൊടി എന്ന് പറയും. ആ കൊടിയുടെ തൈയാണ്. അത് നമുക്ക് ഓർഡർ അനുസരിച്ച് അവർ എത്തിച്ചു തരും. എന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ വേണ്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചു തരുമോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് കളക്ട് ചെയ്യുകയോ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഓരോ ഗ്രാഫ്റ്റിനും അവർ ചെയ്തിരിക്കുന്നത് അതിമനോഹരമായിട്ട് ഒരു പാത്തുണ്ടാക്കി അതിലേക്ക് വെള്ളവും അതുപോലെ തന്നെ വെള്ളവും എത്തക്കത്ത രീതിയിൽ അവർ ചെയ്തു തരികയാണ്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിൻ്റെയും അതുപോലെ തന്നെ പ്ലാവിൻ്റെയും തൈകളാണ്. നമുക്ക് ആ ചേട്ടൻ പ്ലാവിൻ്റെയും മാവിൻ്റെയും ഓരോ വെറൈറ്റികൾ നമ്മളോട് പറഞ്ഞു തരും. ഇതൊക്കെ 150 രൂപയാണ്. എന്താ ഇപ്പോൾ നമ്മൾ കണ്ട വൃക്ഷത്തൈകളെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈകളാണ്. ആ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈകൾ 3-4 വർഷം കഴിയുമ്പോൾ അത് കായ്ക്കും. ഇപ്പോൾ നാം കാണുന്നത് റംബൂട്ടാൻ്റെ തൈകളാണ്. റംബൂട്ടാൻ്റെ തൈകൾ എങ്ങനെയൊക്കെയാണ് അത് നടേണ്ടത്, ഏത് രീതിയിൽ നടണമെന്നുള്ളത് നമുക്ക് ഇപ്പോൾ സ്റ്റാഫ് പറഞ്ഞു തരും. അതിന് നമുക്ക് പറഞ്ഞു തരുന്നത്, നമുക്കവിടെ ഒരു മദർ പ്ലാന്റ് ഉണ്ട്. ആ മദർ പ്ലാന്റിൽ നിന്ന് എടുത്തതിന് ശേഷം നല്ല ഒരു തൈയെടുത്ത് അതിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ബഡ് ചെയ്യിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതാണ് നമുക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അങ്ങനെ നമ്മൾ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ് എല്ലാ ചെടികളും ആവശ്യത്തിന് വാങ്ങിച്ച് നമ്മൾ തിരികെ വീട്ടിലേക്ക് എത്തുകയാണ്. എല്ലാവരും എൻ്റെ യാത്ര ആസ്വദിച്ചു എന്ന് കരുതുന്നു. ഞാൻ ആദ്യമായാണ് ഒരു വോയിസ് ഓവർ ഇടുന്നത്. ആ ഒരു വോയിസ് ഓവറിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും അതുപോലെ തന്നെ പ്രോത്സാഹനവും ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ വോയിസിന് ചെറിയ പരിമിതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വലിയ മൈക്കോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. പയ്യെ ഞാനത് ഞാൻ റിക്കവർ ചെയ്ത് എടുത്തുകൊള്ളാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻസും അറിയിക്കുക. എല്ലാവരും എന്നോടൊപ്പം സഹകരിച്ചതിന് നന്ദി. താങ്ക് യു. അങ്ങനെ നമ്മൾ തിരികെ വീട്ടിലേക്ക് എത്തി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.